Good morning, everyone. First of all, I wish you a very happy and prosperous year 2021 with a great academic career. I wish that this year may bring more happiness, new dreams, new goals, and new achievements in your life. Happy New Year. Dear students, welcome to the first class of year 2021. Today, we will continue our discussion on atomic structure. This chapter actually starts with the concept that atoms are divisible in nature. Destructive experiments put forward the idea that atoms are composed of subatomic particles like protons and electrons. പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും കണ്ടുപിടിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇലക്ട്രിക്കലി ന്യൂട്രലായ ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത്. ആറ്റത്തിൽ പ്രോട്ടോണും ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ എന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് ജെ തോംസൺ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ആറ്റം ഈസ് എ സ്ഫിയർ ഓഫ് പോസിറ്റീവ് ചാർജസ് ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ that to maintain the electrical neutrality of the atom. He successfully explained the electrical neutrality of the atom, but later he failed to explain some other experiments like scattering experiments by Rutherford. അപ്പോൾ അദ്ദേഹം ആ കാലത്ത് ആദ്യമായിട്ട് ജെ തോംസൺ ഒരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുവെങ്കിലും പിന്നീട് വന്ന പല എക്സ്പെരിമെൻസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിന് സാധിച്ചില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ടത് റൂദർഫോർഡിൻ്റെ ആൽഫാറേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ റൂദർഫോർഡ് ആൽഫാറേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് നടത്തി, അതിലും ചില റിസൾട്ട് വന്നു. പക്ഷെ അതിനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ജെ തോംസൻ്റെ മോഡലിന് ആയില്ല. അതുകൊണ്ട് തന്നെ റൂദർഫോർഡ് പുതിയൊരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. സോ ദ സെക്കൻഡ് ആറ്റം മോഡൽ വാസ് റൂദർഫോർഡ് ന്യൂക്ലിയർ ആറ്റം മോഡൽ. In order to put forward this atom model, he performed alpha ray scattering experiment. For this, he took alpha rays from radioactive substances and he allowed these alpha rays to collide on a gold foil. And then he noticed the scattering of these alpha rays by the bright spot on the zinc sulfide or fluorescent screen. അതായത് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി അദ്ദേഹം ഒരു ആൽഫ റേസിനെ എടുത്തു. ആൽഫ റേസ് വന്നത് ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്ന് ആൽഫ, ബീറ്റ, ഗാമ റേസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് അദ്ദേഹം ആൽഫ റേസിനെ മാത്രം ഒരു ഗോൾഡ് ഫോയിലിലേക്ക് വന്ന് കൊളൈഡ് ചെയ്യിപ്പിച്ചു. ഈ ആൽഫ റേസിൻ്റെ റേഡിയേഷൻസ് ഒരു ഫൈൻ ബീം ആക്കാൻ വേണ്ടി അദ്ദേഹം ഈ സോഴ്സിൽ നിന്ന് ഒരു തിൻ സ്ലിറ്റിൽ കൂടെയാണ് കടത്തിവിട്ടത്. ദെൻ യു വിൽ ഗെറ്റ് എ ഫൈൻ ബീം ഓഫ് ആൽഫ റേസ്. എന്നിട്ടാണ് ഈ തിൻ ബീം ഓഫ് റേഡിയേഷൻസിനെയാണ് ഗോൾഡ് ഫോയിൽ വന്ന് കൊളൈഡ് ചെയ്യിപ്പിച്ചത്. എന്തിനാ അദ്ദേഹം ഗോൾഡ് ഫോയിൽ തന്നെ എടുത്തത്? ഈ ഗോൾഡിനെയാണ് നമുക്ക് നന്നായിട്ട് അടിച്ചു വരുത്താൻ പറ്റുന്നത്. ഹൈലി മാല്യബിൾ ആയിട്ടുള്ളൊരു മെറ്റലാണ് ഗോൾഡ്. അതുകൊണ്ടാണ് അദ്ദേഹം ഗോൾഡ് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ആൽഫ റേസ് ഇവിടെ വന്ന് കൊളൈഡ് ചെയ്തിട്ട് ശേഷം എങ്ങോട്ടാണ് ഇത് സ്കാറ്റർ ചെയ്ത് പോകുന്നത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റുമായിട്ട് ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെച്ചു. സർക്കുലർ ഷേപ്പിലുള്ള ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ വെച്ചു. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഫ്ലൂറസെൻസ് സ്ക്രീനിൻ്റെ പ്രത്യേകത. അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ വന്ന് ഹിറ്റ് ചെയ്യുമ്പം അവിടെ ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടാവും. ആ ബ്രൈറ്റ് സ്പോട്ടിൽ നിന്ന് നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ അദ്ദേഹം ജെ തോംസൻ്റെ മോഡൽ പ്രകാരമാണെങ്കിൽ നിങ്ങൾക്കറിയാം, ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് വിത്ത് എ മാസ് ഓഫ് ഹീലിയം ന്യൂക്ലിയസ്. ഓക്കെ, ജെ തോംസൻ്റെ മോഡൽ പ്രകാരം എങ്ങനെയായിരുന്നു? ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വന്ന് ഈ പോസിറ്റീവ് ചാർജിൻ്റെ സ്ഫിയറിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കണം? അത് റിപ്പൽ ചെയ്ത് തട്ടി തിരിച്ചിങ്ങോട്ട് വരണം, അല്ലേ?
അപ്പോൾ തോംസന്റെ മോഡൽ പ്രകാരമാണെങ്കിൽ ഇവിടെയാണ് ബ്രൈറ്റ് സ്പോട്ടുകൾ, അതായത് പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഇവിടെ വന്ന് പോസിറ്റീവ് ചാർജുള്ള സ്ഫിയറിൽ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ അത് റിപ്പൽ ചെയ്ത് തട്ടിത്തെറിച്ച് എന്ത് ചെയ്യണം, നേരെ ഇങ്ങോട്ടാണ് വരേണ്ടത്. അത് പ്രകാരം ഇവിടെ മോർ നമ്പർ ഓഫ് ബ്രൈറ്റ് സ്പോട്ട്സ് കാണേണ്ടതാണ്. പക്ഷേ ആക്ച്വലി റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ വളരെ കുറച്ച് ബ്രൈറ്റ് സ്പോട്ട് മാത്രമേ ഇതിവിടെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? കൂടുതൽ ബ്രൈറ്റ് സ്പോട്ട് ഇവിടെയാണ് കണ്ടത്, വളരെ കുറച്ച് മാത്രം ഈ ഭാഗത്ത് ചെറുതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. വളരെ വളരെ കുറച്ച് ബ്രൈറ്റ് സ്പോട്ട് മാത്രമേ ഈ സൈഡിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, ദറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ അദ്ദേഹം കണ്ടത് മോസ്റ്റ് ഓഫ് ദ ആൽഫ റേസ് പാസ് ത്രൂ ദിസ് ഗോൾഡ് ഫോയിൽ. Some alpha rays deflected by a small and large angle. Very few alpha rays deflected back. ഇങ്ങനെ 3 ഒബ്സർവേഷനാണ് അദ്ദേഹം കണ്ടത്. ഒന്നും കൂടി ഞാൻ പറയാം. ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്നുള്ള ആൽഫ റേസിനെ ഒരു ഗോൾഡ് ഫോയിൽ വന്ന് കൊളൈഡ് ചെയ്യിപ്പിച്ചു. ഈ കൊളൈഡ് ചെയ്തതിന് ശേഷം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ഗോൾഡ് ഫോയിലിൻ്റെ ചുറ്റും ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ അല്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ വെച്ചു. ഓക്കെ, ഈ ഫ്ലൂറസെൻറ്റ് സ്ക്രീനിലുള്ള ബ്രൈറ്റ് സ്പോട്ടിനെ അടിസ്ഥാനമാക്കി ഈ ആൽഫ റേസ് എവിടെയാണ് തട്ടിയത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തോംസന്റെ മോഡൽ പ്രകാരമാണെങ്കിൽ ഒരു ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൻ്റെ സ്ഫിയർ ആണെങ്കിൽ ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ അതും പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഹീലിയം ന്യൂക്ലിയസിൻ്റെ അത് മാസും ഉണ്ട്. അങ്ങനെയുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വന്ന് ഈ പോസിറ്റീവ് ചാർജസ് ഉള്ള ആറ്റത്തിൽ വന്ന് തട്ടിയാൽ എന്ത് സംഭവിക്കണം? അത് നേരെ റിപ്പൽ ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വരണം. ബ്രൈറ്റ് സ്പോട്ട്, മോർ നമ്പർ ഓഫ് ബ്രൈറ്റ് സ്പോട്ട് ഷുഡ് ബി ഹിയർ. പക്ഷേ ആക്ച്വലി റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ കണ്ടത് ഇതാണ്, ഈ ഭാഗത്താണ് മോർ നമ്പർ ഓഫ് ബ്രൈറ്റ് സ്പോട്ട് കണ്ടത്. കുറച്ച് ബ്രൈറ്റ് സ്പോട്ട് ഇവിടെ കണ്ടു, വളരെ വളരെ കുറച്ച് ബ്രൈറ്റ് സ്പോട്ടുകൾ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. That means what are his observations? Most of the alpha rays pass to the gold foil without any deflection. That means that moves in a straight line. Some of the alpha rays deflected by a small and large angle. Very few alpha rays deflected back. Very few എന്ന് പറയുമ്പം ഒരു 20,000 പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അതിൽ ഒരു ആൽഫ റേ മാത്രമാണ് ബാക്കോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. പരീക്ഷയ്ക്ക് റൂദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സിലെ ഒബ്സർവേഷൻ ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട 3 ഒബ്സർവേഷനാണ് അദ്ദേഹത്തിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സിലുള്ളത്. ഇനി ആ ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹത്തിന് കൺക്ലൂഷൻസ് ഉണ്ടായി. എന്താണ് ആ കൺക്ലൂഷൻ എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഒരു ആറ്റം. ഇപ്പോൾ ഗോൾഡ് ഫോയിൽ നമുക്കറിയാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോ മെനി ആൽഫ പാർട്ടിക്കിൾസ് അല്ലേ. ഒരു ഗോൾഡ് ഫോയിലിനകത്ത് കോടിക്കണക്കിന് ആറ്റംസ് ഉണ്ട്. ഒരു ഗോൾഡ് ഫോയിലിൽ കോടിക്കണക്കിന് ആറ്റംസ് ഉണ്ട്. അതിൽ ഒരു ആറ്റമാണ് ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. നമുക്കറിയാം, നമ്മൾ പിന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള നല്ല മാസ്സുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ വഴിയിൽ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, വളരെ സ്പീഡിൽ അത് കടന്നു പോവുള്ളൂ അല്ലേ. അപ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ അതുപോലെ ഒരുപാട് എംപ്റ്റി സ്പേസ് ഉള്ളതുകൊണ്ടാണ് മജോറിറ്റി ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തത്, ഒരു ഡിഫ്ലക്ഷനും കൂടാതെ മൂവ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുക? വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ഹിയർ? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് കൺക്ലൂഷൻ. ഓക്കെ, എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അതായത് പോകുന്ന ദിശയിൽ വേറെ ഒരു അതിനെ തടഞ്ഞു നിർത്താൻ മാസുള്ള ഒരു വസ്തുക്കളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫാസ്റ്റ് മൂവിങ് ആൽഫ റേസ് എന്ത് ചെയ്തത്, വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ നേരെ കടന്നുപോയത്. ഓക്കെ, രണ്ടാമതായിട്ട് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രമേ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ ആൽഫ റേസിന് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള എന്തോ ഒന്ന് ഈ ആറ്റത്തിൻ്റെ നടുവിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തോട്ട് വന്ന റേസ് എന്ത് ചെയ്തു, പോസിറ്റീവും കൂടി റിപ്പൽ ചെയ്ത് അത് ഡിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് അവിടെ ഡിഫ്ലക്ഷൻ കുറച്ച് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദി സ്പേസ് എംപ്റ്റിയാണ്. അപ്പോൾ അതെല്ലാം നേരെ കടന്നുപോയി. കുറച്ചെണ്ണം ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വന്നപ്പം ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ റേസിനെ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് റിപ്പൽ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, അവർ ഡിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ അടുത്തു കൂടെ പോകുന്നത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ.
Okay, then very few particles deflected back. That means ആറ്റത്തിൻ്റെ സെൻറ്ററിലുള്ള ഈ പോസിറ്റീവ് ചാർജ് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് 20,000 പാർട്ടിക്കിൾസ് കടന്നു പോയപ്പം ഒരെണ്ണം മാത്രമാണ് എന്ത് ചെയ്ത് നേരെ അതിൻ്റെ സെൻറ്ററിൽ വന്നതുകൊണ്ട് എന്ത് ചെയ്തു, അത് കറക്റ്റായിട്ട് പുറകോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ 3 തരത്തിലുള്ള ഒബ്സർവേഷനെ ബേസ് ചെയ്ത് 3 കൺക്ലൂഷൻസ് റുദർഫോർഡ് ഡെവലപ്പ് ചെയ്തു. വി കൻ സീ വാട്ട് ആർ ദ കൺക്ലൂഷൻസ് മെയ്ഡ് ബൈ റുദർഫോർഡ് ബേസ്ഡ് ഓൺ ഹിസ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. The first conclusion is that most of the space in the atom is empty. The second conclusion is that some of the particles deflected by a small angle. That means this is because of the repulsion of these positively charged alpha rays by the positive charge at the center of the atom. Then the third one is that the calculations made by Rutherford showed that the volume of this positive charge at the center is very, very small compared to the total volume of the atom. റുദർഫോർഡിൻ്റെ കാൽക്കുലേഷൻസ് കാണിച്ചത് ഇങ്ങനെയായിരുന്നു. ആറ്റത്തിൻ്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പം ഈ പോസിറ്റീവ് ചാർജിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു 5 മീറ്റർ റേഡിയസ് ഉള്ള ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ ഒരു ക്രിക്കറ്റ് ബോൾ ഇരിക്കുന്നത് പോലെയാണ് വലിയ സൈസുള്ള ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഈ പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് റുദർഫോർഡിൻ്റെ കൺക്ലൂഷൻ. ബേസ്ഡ് ഓൺ ദിസ് കൺക്ലൂഷൻ he put forward a new atom model that is known as Rutherford nuclear atom model. Now we can see what are the postulates of Rutherford atom model. The first one is most of the mass and positive charge of the atom is concentrated in a small region at the center called nucleus. ഈ ന്യൂക്ലിയസ് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റുദർഫോർഡാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ മൊത്തം മാസും പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റത്തിൻ്റെ ഉള്ളിലെ സെൻറ്ററിൽ ഒരു ചെറിയ സ്ഥലത്താണ്. അതിനെയാണ് റുദർഫോർഡ് ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. സെക്കൻഡ് ഈസ് the electrons are revolving around the nucleus with a high speed in circular path called orbits. Actually, his model resembles the solar system in which the nucleus plays the role of sun and the electrons that of revolving planets. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്തിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ദ തേർഡ് വൺ ഈസ് ദിസ്: the electrons and nucleus are held together, or the electrons and protons are held together in the atom by electrostatic force of attraction. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്ഷനെയാണ് അദ്ദേഹം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് ഉദ്ദേശിച്ചത്. ദീസ് ആർ ദ 3 postulates of Rutherford atom model. Rutherford's atom model was much better than Thomson's model in several perspectives, even though it has got some limitations. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ തോംസൺസിൻ്റെ ആറ്റം മോഡലിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ടതായിരുന്നെങ്കിലും അതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. Now we can see what are the limitations. First one, it could not explain the stability of the atom in the light of electromagnetic theory. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പറഞ്ഞു ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് അണ്ടർ കണ്ടിന്യൂസ് മോഷൻ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്ന് അതിൻ്റെ എനർജി എമിറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻസ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൽ നിന്ന് എനർജി റേഡിയേഷൻ്റെ ഫോമിൽ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എനർജി കുറയുന്നതനുസരിച്ച് ഇറ്റ് വിൽ ഷോർട്ടർ അപ്പ് ഇറ്റ്സ് പാത്ത്. അതിൻ്റെ റേഡിയസ് കുറഞ്ഞ് ഫൈനലി അതെവിടെ എത്തും? ന്യൂക്ലിയസിലെത്തും. ദറ്റ് മീൻസ് ആറ്റം ഈസ് അൺസ്റ്റേബിൾ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാനായിട്ട് റൂദർഫോർഡിന് സാധിച്ചില്ല. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ലിമിറ്റേഷൻ. ദ സെക്കൻഡ് ലിമിറ്റേഷൻ ഈസ് ഹി ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ദി ആറ്റം. കറക്റ്റായിട്ട് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. The third one, he failed to explain certain lines in the hydrogen spectrum. Actually, this third point is beyond your scope. Don't worry, you can study it later. So, dear students, let us wind up this class today's class. Now, just rewind the points that we have studied.
ദെൻ ഒന്നാമതായിട്ട് നമ്മൾ റൂദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടു. എൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് പഠിച്ചു. ദെൻ 3 ഒബ്സർവേഷനാണ് റൂദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സിനുള്ളത്. ഒന്ന്, particles pass through the most of the particles pass through the gold foil without any deflection. രണ്ടാമതായിട്ട് some of the particles deflected by a small and large angle. Third one, very few particles deflected back. അതാണ് 3 ഒബ്സർവേഷൻ. അതിനെ ബേസ് ചെയ്ത് 3 കൺക്ലൂഷൻസ് ഉണ്ടായി. ആ കൺക്ലൂഷനെ ബേസ് ചെയ്തിട്ടാണ് റൂദർഫോർഡ് ഹി പ്രപ്പോസ്ഡ് ഹിസ് ആറ്റം മോഡൽ. 3 പോസ്റ്റുലേറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ന്യൂക്ലിയസ്, second one is about the electrons, then third one is about the total volume of the nucleus, total size of the nucleus. അങ്ങനെ നിങ്ങൾക്ക് ഈ 3 പോയിന്റും ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് നമ്മൾ കണ്ടത് ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡലാണ്. സോ വിഷ് യു എ വണ്ടർഫുൾ ഡേ. We will meet next week. Thank you.